ഹേ ഗായ്സ്, അങ്ങനെ വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മളതേ പള്ളിപ്പുറത്ത് എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് റെയിൽവേ ക്രോസ് അടവ് കിട്ടി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പൊന്നനും ഞാനും കൂടെ ജസ്റ്റ് ഫണ്ണാക്കി. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഉടുപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിക്കുമായിരുന്നു. ഇത് നമ്മളുടെ വീട്ടിലെ ന്യൂ മെമ്പറാണ് ലൂസി. രണ്ടാളും അവളുടെ പുറകെ ആയിരുന്നു. അവളെ തല്ലിയും തോണ്ടിയും വിളിച്ച് നടക്കുമായിരുന്നു രണ്ടുപേരും. അവളും അതേപോലെ തന്നെ അവരുടെ അടുത്ത് ഓടിക്കളിച്ചും ഒക്കെ നടക്കുമായിരുന്നു. അതിനെ കൊല്ലാതെ വിട്ടത് ഭാഗ്യമെന്നായിപ്പോയി. പൊന്നാണെങ്കിൽ ശരിക്കും അവൾ അടിക്കുകയും തോണ്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മുണി ഒട്ടും മോശമല്ല കേട്ടോ. അവളും ലൂസി ആണെങ്കിൽ ജീവനും കൊണ്ട് നേരെ പാഞ്ഞി. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ബ്രെഡും ചിക്കനും കഴിച്ചായിരുന്നു. പിന്നെ അച്ചാമ്മയൊക്കെ വന്നു. അപ്പോൾ അമ്മുണി അച്ചാമ്മയുടെ മടിയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയമ്മയും മോളും ഒക്കെ വന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. നല്ലൊരു വൈബായിരുന്നു. പിന്നെ അച്ഛനും മോനും കൂടെ പോയി പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പടക്കമൊക്കെ പൊട്ടിച്ചു. ഓലപ്പടക്കം പൊന്നുവിന് ഭയങ്കര പേടിയാട്ടോ ഓലപ്പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ. കമ്പിത്തിരിയും ആ പൊട്ടുന്ന ഒരു ഇതവന് പേടിയാണെങ്കിൽ അത് കുറച്ചൊക്കെ കത്തിക്കാനൊക്കെ അവൻ നിൽക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പടക്കമൊക്കെ പൊട്ടിച്ചു. ഇവർക്കിവിടെ ആഘോഷമൊന്നുമില്ല. നമ്മൾ വന്നാലാണ് ഇവർക്കും ഇവിടെ ആഘോഷം. പിന്നെ രാത്രിയായപ്പോൾ നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിലൊക്കെ വന്ന്. അമ്പലത്തിൽ വന്ന് നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെയൊക്കെ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് നേരം. പൊന്നുവാണെങ്കിൽ ഇതേ ഒരു ബോൾ കിട്ടിയിട്ടുണ്ട്. ആ ബോളും കൊണ്ട് ഫുള്ള് തട്ടി നടപ്പായിരുന്നു. പിന്നെ ചെണ്ടമേളത്തിനൊക്കെ ചോടും വെച്ച് അങ്ങനെ പൊന്നും അമ്മിണിയും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ അമ്മച്ചമ്മ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിത്തന്ന്. അപ്പോൾ അമ്മിണിയും ഞാനും പിള്ളേരും എല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിക്കുമായിരുന്നു. അമ്മിണിക്ക് പൊന്നിനുമൊക്കെ ഞാൻ ഈ തണുത്ത സാധനങ്ങളെല്ലാം കൊടുക്കും. അവരെല്ലാ സാധനങ്ങളും കഴിച്ച് തന്നെയാണ് വളരുന്നത്. എല്ലാവരും പറയും കൊടുക്കരുത്, പിള്ളേരാണ് പനി വരുമെന്നൊക്കെ. പക്ഷേ ഞാൻ എല്ലാം കൊടുത്ത് തന്നെ ശീലിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ രാത്രി വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരു കുന്നും വെളിയൊക്കെ ഉണ്ട്. അവിടെ പോയിരുന്ന് നമ്മൾ എല്ലാവരും കൂടെ പോയി അവിടെ ഇരുന്നിട്ട് വലിയ പടക്കമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കത്തിച്ച് മേളി പൊട്ടുന്നത്, കൊരവപ്പൂ, കമ്പിത്തിരി, ഓലപ്പടക്കം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെയും വൈകിട്ട് രാത്രിയും വന്നിരുന്ന് അവിടെ ഇരുന്ന് പൊട്ടിച്ചു. നല്ല രസമായിരുന്നു അവിടെ പോയി എല്ലാം കൂടെയൊക്കെ ഇരുന്നത്. അമ്മുണിയും പൊന്നനും പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് നന്നായിട്ടൊക്കെ തന്നെ നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് രാത്രി ഫുഡും അടിച്ച് അങ്ങനെ നമ്മൾ കിടന്നുറങ്ങാനായിട്ട്. അപ്പോഴും ലൂസിയുടെ പുറകെ തന്നെയായിരുന്നു. പാവൻ ലൂസി അവിടെ ഇരിപ്പ് നോക്കിക്കേ.